ഹായ് ഗൈസ്, നമസ്കാരം. വീണ്ടും ഞാനൊരു സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രേണുസുതി സബ്ജക്റ്റ് തന്നെയാണ്. ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു കേട്ടോ. രേണുസുതി ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ഇന്റർവ്യൂ. അതിൽ ആ ഇന്റർവ്യൂവിന് വിളിച്ച മാഡം, ആ ഒരമ്മച്ചിയുണ്ട്. ആ പുള്ളിക്കാരത്തി സമൂഹത്തിൽ പറയുന്നു, രേണുസുതിയെ സമൂഹത്തിലുള്ളവരെല്ലാവരും മഹാലക്ഷ്മിയായിട്ട് കാണുമെന്ന്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ബാഡ് മെസ്സേജ് ഒന്നും തരാൻ നിൽക്കണ്ട. അവർക്ക് രേണുസുതി മഹാലക്ഷ്മിയാണെങ്കിൽ അവരങ്ങ് കണ്ടോട്ടെ. സമൂഹത്തിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് ഒന്നും കൊടുത്ത് വലിയ അനൗൺസ്മെന്റ് ഒന്നും ഇറക്കണ്ടെന്ന് എനിക്ക് ആ അമ്മച്ചിയോട് പറയാനുള്ളൂ. അമ്മച്ചി ഒരു കാര്യം ചെയ്യും, രേണുസുതി മഹാലക്ഷ്മിയായിട്ട് അമ്മച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മച്ചി രേണുസുതിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ പൂജാ റൂമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രയർ റൂമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ട് വിളക്കും കത്തിച്ച് നാമം ജപിച്ചോ. വേണമെങ്കിൽ ഞാനൊരു നാമം പറഞ്ഞുതരാം. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു നാമമാണ്. വേണമെങ്കിൽ അമ്മച്ചിക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. ഓം രേണുസുതിയായ രേഷ്മ തങ്കച്ചായ നമഃ. മനസ്സിലായോ? ഈ ഒരു മന്ത്രം 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ 12 പ്രാവശ്യമായിട്ട് അമ്മച്ചി അങ്ങ് ചൊല്ലിക്കോ. സമൂഹത്തിലുള്ളവരടുത്ത് ഈ സ്ത്രീയെ മഹാലക്ഷ്മിയായിട്ട് കാണുമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ബാഡ് മെസ്സേജ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും തരണ്ട. ഞങ്ങൾക്കൊന്നും സൗകര്യമില്ല. മനസ്സിലായോ? നന്ദികേട് കാണിക്കുന്ന ഈ ഒരു സ്ത്രീ, അതായത് മറ്റ് പലരുടെയും സഹായങ്ങൾ കൊണ്ട് ജീവിച്ചിട്ട് ആ സഹായവും ആ ബെനിഫിറ്റും ഒക്കെ ഇപ്പോഴും അനുഭവിച്ചിട്ട് ആ സഹായിച്ച ആൾക്കാരെ സമൂഹത്തിലിറങ്ങി മോശത്തരം പറയുന്ന ഒരു സ്ത്രീയാണ് രേണുസുതി. അത്തരം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് മഹാലക്ഷ്മിയായിട്ട് കാണ് എന്ന് പറയാൻ ഈ അമ്മച്ചിക്ക് ഒരു നാണവും ഇല്ലേ? ഇത്തിരിയെങ്കിലും വിവരമുണ്ടോ ഈ അമ്മച്ചിക്ക്? അതുകൊണ്ട് അമ്മച്ചി തന്നെ ഈ പുള്ളിക്കാരത്തി അങ്ങ് മഹാലക്ഷ്മിയായിട്ട് കണ്ടോ, പൂജിച്ചോ. ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവച്ച് പൂജിച്ച് ഞാൻ ഈ പറഞ്ഞ മന്ത്രവും ജപിച്ച് ഇരിക്കേ. പണം വന്ന് കുമിഞ്ഞു കൂടുമോ എന്ന് നോക്ക് കേട്ടാ. അല്ല, ഞങ്ങളുടെ താരത്തും പറഞ്ഞു തരണ്ട. വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം പറഞ്ഞുതരാം. ഓം രേണുസുതിയായ രേഷ്മ തങ്കച്ചായ നമഃ. ഈ മന്ത്രം അമ്മച്ചി ചൊല്ലിക്കോ, ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെച്ച്. സ്വന്തം കടയുടെ ഉദ്ഘാടനത്തിന് വന്നതല്ലേ, അപ്പോൾ ഫോട്ടോയൊക്കെ കാണുമല്ലോ, ഒരെണ്ണം എടുത്ത് വെച്ചോ. അല്ല, സമൂഹത്തിൽ ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് അയ്യോ ഇവര് മഹാലക്ഷ്മിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള പ്രഹസനവും പ്രസംഗവും ഒന്നും നടത്തണ്ട. ഞങ്ങൾക്കൊന്നും സൗകര്യമില്ല ഇത്തരം നന്ദിയില്ലാത്ത ഒരു സ്ത്രീയെ മഹാലക്ഷ്മിയായിട്ട് കാണാൻ. ഏത് കാര്യത്തിലാണ് മഹാലക്ഷ്മിയായിട്ട് കാണേണ്ടത്? സമൂഹത്തിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, നന്മകൾ ചെയ്തിട്ടുണ്ടോ? വാതുറന്ന് എന്ന് ഈ മീഡിയയിൽ ഇറങ്ങി അന്ന് മുതൽ ഈ വാതുറക്കുന്നതെല്ലാം കള്ളങ്ങൾ പറയാനും ഇല്ലാത്ത കഥകൾ പറയാനും പല കാര്യങ്ങളും ഒളിച്ചു വെക്കാനും അല്ലേ ഇവർ നിന്നിട്ടുള്ളൂ. സ്വന്തം ഭർത്താവിനെ വരെ വിറ്റ് തിന്നുന്ന, മരണത്തെ പോലും വിറ്റ് തിന്നുന്ന ഈ സ്ത്രീ മഹാലക്ഷ്മിയായിട്ട് കാണാൻ പോലും. കേരളത്തിലും ലോകത്തും ഒക്കെ ആദ്യമായിട്ടുണ്ടായ ഒരു വിധവയാണല്ലോ ഇവരെ മഹാലക്ഷ്മിയായിട്ട് പൂജിക്കാൻ. അമ്മച്ചി